പെരിയാറിൽ രാസമാലിന്യങ്ങൾ മാത്രമല്ല, കീടനാശിനികൾ മാത്രമല്ല, ജൈവമാലിന്യങ്ങളും അടിഞ്ഞുകൂടുകയാണ്. സമീപത്തുള്ള തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഉൾപ്പെടെ പെരിയാറിലേക്ക് കാനകളിലൂടെ മാലിന്യം തള്ളുന്നുവെന്നതാണ് ആരോപണം. പൊതുജനങ്ങളും സ്വകാര്യ സ്ഥാപനങ്ങളും ഒട്ടും പിന്നിലല്ല. അടിഞ്ഞുകൂടുന്ന ജൈവമാലിന്യങ്ങൾ പെരിയാറിലെ വെള്ളത്തിന്റെ ഘടന മാറ്റുന്നുണ്ട്. റിപ്പോർട്ടർ SIT അന്വേഷണം തുടരുന്നു. ബിഷപ്പ് പെരിയാർ. അറവുശാല മാലിന്യവും ആശുപത്രി മാലിന്യവും പ്ലാസ്റ്റിക് മാലിന്യവുമെല്ലാം ഒരു മടിയുമില്ലാതെ തള്ളുന്ന ഇടമാണ് ഇന്ന് പെരിയാർ. പാമ്പുകളും മത്സ്യങ്ങളുമെല്ലാം ഇപ്പോഴും ചത്തുപൊങ്ങി കിടക്കുന്നുണ്ട്. കുപ്പികളും പാട്ടകളും ഒഴുകി നടക്കുന്നു. സമീപത്തുള്ള തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും പെരിയാറിൽ മാലിന്യ നിക്ഷേപം നടത്തുന്നുണ്ട് എന്ന് പരിസ്ഥിതി പ്രവർത്തകർ ആരോപിക്കുന്നു. പെരിയാറിൻ്റെ തീരത്തുള്ള മുനിസിപ്പാലിറ്റികൾ കൃത്യമായ രീതിയിലുള്ള ഒരു STP സംവിധാനമില്ലാതെ പ്രവർത്തിക്കുന്നത്. എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും പെരിയാറിലേക്ക് തുറക്കുന്ന കാനകളുണ്ട്. ഈ കാനകൾ വഴി മുനിസിപ്പൽ വേസ്റ്റ് വരുന്നുണ്ട്, അറവുശാല മാലിന്യങ്ങൾ വരുന്നുണ്ട്, ഹോസ്പിറ്റൽ വേസ്റ്റുകൾ വരുന്നുണ്ട്. പക്ഷേ മഴവെള്ളം പോകുന്നതിൻ്റെ മറവിൽ നമുക്ക് കടുത്ത വേനലിലും ഈ കറുത്ത വെള്ളം ഒഴുകി പോകുന്നത് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ സ്റ്റോം വാട്ടറിനല്ല ശരിക്കും കൊടുത്തിരിക്കുന്ന അനുവാദം, ശരിക്കും മാലിന്യം ഒഴുക്കാനുള്ള കാനകളാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ നിർമ്മിച്ചിട്ടുള്ളത്. അടിഞ്ഞുകൂടുന്ന മാലിന്യങ്ങളിൽ വിഘടനം നടക്കുന്നതോടെ വെള്ളത്തിന്റെ ഘടനയ്ക്ക് മാറ്റം വരുന്നു. വെള്ളത്തിന്റെ ഗുണനിലവാരത്തെയും നശിപ്പിക്കുകയാണ്. രാസമാലിന്യം മാത്രമല്ല, ഓർഗാനിക് മാലിന്യം ഭയങ്കരമായിട്ടുണ്ട്. ഒരതിര് വരെ ശരിക്കും പറഞ്ഞാൽ ഈ കെട്ടിക്കിടക്കുന്ന വസ്തുക്കളെല്ലാം മഴ പെയ്യുമ്പോഴാണ് വരുന്നത്. വരുന്ന സമയത്ത് ഇതെല്ലാം ഓർഗാനിക് മാറ്ററാണ്. ഡീകമ്പോസ് ചെയ്ത് പല സ്റ്റേജിൽ നിൽക്കുന്നതാണ്. ഓക്സിജൻ താഴേക്ക് പോകാം. രാസമാലിന്യങ്ങളും കീടനാശിനികളുമെല്ലാം മലിനമാക്കിക്കൊണ്ടിരിക്കുന്ന പെരിയാറിനെ പെരുകി വരുന്ന ജൈവമാലിന്യ നിക്ഷേപം ശ്വാസം മുട്ടിക്കുകയാണ്. ജലാശയങ്ങളെല്ലാം മാലിന്യ നിക്ഷേപ കേന്ദ്രങ്ങളാണെന്ന മലയാളിയുടെ നെറികെട്ട ചിന്തയുടെ അപകടാവസ്ഥയാണ് ഇവിടെ കാണുന്നത്. പെരിയാറിലേക്ക് ഇരു കരകളിൽ നിന്നും ഒരു മടിയുമില്ലാതെയാണ് മാലിന്യം നിക്ഷേപിക്കുന്നത്. പെരിയാറിലേക്ക് മാലിന്യം വലിച്ചെറിയുന്നവർ ഒരു നിമിഷം ഒന്നോർക്കുക, ഇത് നിങ്ങൾ കൂടി കുടിക്കുന്ന വെള്ളമാണ്. വീഡിയോ ജേർണലിസ്റ്റുകളായ CP വിജീഷിനും ജിതിൻ ജോസഫിനുമൊപ്പം റിപ്പോർട്ടർ ലേബി സജീന്ദ്രൻ, ടീം SIT ഇൻ റിപ്പോർട്ടർ, കൊച്ചി. ലേബി സജീന്ദ്രൻ നമുക്കൊപ്പം ചേരുന്നു. ലേബി സജീന്ദ്രൻ, നേരത്തെ റിപ്പോർട്ട് ചെയ്തതനുസരിച്ച് രാസമാലിന്യങ്ങൾ ഒപ്പം കീടനാശിനി, ഇപ്പോൾ ജൈവമാലിന്യങ്ങളും പെരിയാറിൽ അടിഞ്ഞുകൂടുകയാണ്. പെരിയാറിനെ ഇഞ്ചിഞ്ചായിട്ട് കൊല്ലുന്നതിൽ നമ്മുടെ സമൂഹത്തിൽ പല തുറകളിലുമുള്ളവർക്കും പങ്കുണ്ട് എന്ന് വ്യക്തമാക്കുകയല്ലേ ഈ ജൈവമാലിന്യം തള്ളുന്നതിലൂടെ? ഡോക്ടർ അരുൺ, തീർച്ചയായും അങ്ങനെ തന്നെയാണ്. പെരിയാറിൽ ജൈവമാലിന്യം ഒരു പരിധിയുമില്ലാതെയാണ് നിക്ഷേപിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ നമ്മൾ ജൈവമാലിന്യത്തിന്റെ പ്രശ്നം ആദ്യം ഉന്നയിക്കാതിരുന്നതിന്റെ കാര്യം ഇപ്പോൾ മത്സ്യക്കുരുതിയുമായി ബന്ധപ്പെട്ട് ഉയർന്നിരിക്കുന്ന സംഭവങ്ങളുടെ കാരണം രാസമാലിന്യം തന്നെയാണ്. അതിലേക്കൊരു ആശയക്കുഴപ്പം വേണ്ട എന്ന് കരുതി തന്നെയാണ് ആദ്യഘട്ടത്തിൽ നമ്മൾ ജൈവമാലിന്യത്തിന്റെ അതുണ്ടാക്കുന്ന പ്രത്യാഘാതങ്ങളോ അല്ലെങ്കിൽ അതിന്റെ പ്രശ്നങ്ങളോ ഒന്നും ആദ്യഘട്ടത്തിൽ നമ്മൾ ഉയർത്തി കാണിക്കാതിരുന്നത്. എങ്കിലും പെരിയാറുമായി ബന്ധപ്പെട്ട് ഒരു പഠനം നടത്തുമ്പോൾ തീർച്ചയായും ഇവിടെ ജൈവമാലിന്യം പരിധിയില്ലാതെ നിക്ഷേപിച്ചുകൊണ്ടിരിക്കുന്നത് വളരെ ഗുരുതരമായ പ്രശ്നം തന്നെയാണ്. അതായത് ഇരു കരകളിൽ നിന്ന് ഒരു മടിയുമില്ലാതെയാണ് ആളുകൾ ജൈവമാലിന്യം പെരിയാറിലേക്ക് ഒഴുക്കിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ സമീപത്തുള്ള തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് കീഴിൽ പ്രവർത്തിക്കുന്ന അറവുശാലകളിൽ നിന്നും അതുപോലെ തന്നെ മറ്റ് സ്വകാര്യ സ്ഥാപനങ്ങളിൽ നിന്നുമെല്ലാം ആശുപത്രികളിൽ നിന്ന് പോലും മാലിന്യങ്ങൾ ഇങ്ങോട്ട് നിക്ഷേപിക്കുന്നു. ഓർക്കേണ്ട കാര്യം, ഇതിനൊക്കെ തടയിടേണ്ട തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ പോലും ഇതിനെ കുടപിടിക്കുന്നു. ഇതിൽ അടിയന്തരമായ ഒരു ഇടപെടൽ നിയമ സംവിധാനത്തിന്റെ ഭാഗത്തുനിന്ന്, അധികൃതരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായില്ലെങ്കിൽ നമ്മൾ എല്ലാവരും കുടിച്ചുകൊണ്ടിരിക്കുന്ന ഈ പെരിയാറിലെ വെള്ളം ഇത് എത്രത്തോളം, ഇന്നലെ തന്നെ നമ്മൾ കണ്ടതാണ് ഡോക്ടർ അരുൺ, ഇന്നലെ ഏതെങ്കിലും ഒരു ജലാശയത്തിൽ എടുത്തിട്ടുള്ള വെള്ളമായിരിക്കാം നേരിട്ട് ശുദ്ധീകരിക്കാതെ ഇന്നലെ കാക്കനാട്ടെ ഫ്ളാറ്റിൽ വിതരണം ചെയ്തിട്ടുള്ളത്. 350 പേരോളമാണ് ആശുപത്രിയിലായിട്ടുള്ളത്. ഇതെല്ലാം ഇതിന്റെ തുടർ ഫലങ്ങളാണ്. ഏതെങ്കിലും ഒരു സ്ഥലത്ത് മാത്രം ഇത് ഒതുങ്ങുന്നില്ല എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. നമുക്കതിനെ കുറിച്ച് വിശദമായിട്ട് തന്നെ ഇനി നമുക്ക് അധികാരികളുടെ ശ്രദ്ധയിലേക്ക് എത്തിക്കേണ്ടതുണ്ട്. മാത്രമല്ല, മലിനീകരണ നിയന്ത്രണ ബോർഡൊക്കെ നോക്കുകുത്തികളായി നിൽക്കുകയാണ്. പെരിയാർ ഇങ്ങനെ ഇഞ്ചിഞ്ചായി ഒരുപക്ഷെ വെന്റിലേറ്ററിൽ കിടക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തുമ്പോഴും ജൈവമാലിന്യങ്ങൾ കൂടി എത്തുന്നു. രാസമാലിന്യങ്ങൾക്കൊപ്പം കീടനാശിനികൾക്കൊപ്പം നമ്മുടെ പെരിയാറാണ്. ഇനി പെരിയാറെ എന്ന് വിളിച്ചിരിക്കാം എന്നല്ലാതെ എന്ത് ചെയ്യാൻ സാധിക്കും? പെരിയാറിന്റെ തീരത്തുള്ളവർ മാത്രമല്ല, കേരളത്തിന്റെ ഞരമ്പാണ് പെരിയാർ എന്നുള്ളത് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുന്നു. ലേബി സജീന്ദ്രന്റെ നേതൃത്വത്തിലാണ് ഈ അന്വേഷണം ഇപ്പോൾ പുരോഗമിക്കുന്നത്. ബിഷപ്പ് പെരിയാറായി മാറുകയാണ് പെരിയാർ എന്നുള്ളത്. അപ്പോഴും സർക്കാർ സംവിധാനങ്ങൾ നോക്കുകുത്തിയാവുന്നു.